ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഐജെകെ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നസത്തിനാണ്ട് മനസ്സിന് സ്വാഗതം. കുറച്ച് ലേറ്റ് ആയാലും പൊന്നസ് കാലത്ത് ഇന്നൊരു ഞായറാഴ്ചയാണ്. കാലത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നേരം വൈകി. അപ്പൊ നമ്മൾ അതിലുണ്ടാക്കിയ മുട്ട, ചീസും സംഭവങ്ങളൊക്കെ ഇട്ട് റോൾ ഉണ്ടാക്കിയപ്പോ അതില് പാവട്ടിയല്ലോ ബാക്കി വെച്ചേ, അത് ബാക്കി നമ്മൾ പൊന്നസ് തിന്നോണ്ടിരിക്കാം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ന്യൂസിലാൻഡിൽ എങ്ങനെ വണ്ടി കഴുകാം, കാർ വാഷ് എങ്ങനെ ചെയ്യാം. അപ്പൊ ന്യൂസിലാൻഡിൽ എങ്ങനെ കാർ വാഷ് ചെയ്യാം. നമുക്കിവിടെ പൈസ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്കലി കഴുകാം അല്ലേ? എന്നേടാ നമ്മൾ ഒരു പ്രാവശ്യം പണ്ട് കഴുകിയിരുന്നു അല്ലേ? ഓട്ടോമാറ്റിക്കലി അല്ല. ഇവിടുത്തെ നാട്ടില് ഇപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കാർ വാഷ് ചെയ്യുന്നത് നമ്മുടെ ബേറിനിലൊക്കെ നമ്മളുള്ള സമയത്ത് നമ്മൾ ഒരാളെ ഏൽപ്പിക്കില്ല കാർ വാഷ് ചെയ്യാനായിട്ട്. അപ്പൊ അവര് എല്ലാ ദിവസവും വന്ന് ഒന്നരാടം വെച്ച് വന്നിട്ട് വണ്ടി കഴുകും. അത് കഴിയുമ്പോൾ നമ്മൾ മന്ത്ലി അവർക്ക് പേ ചെയ്യും. ഇവിടത്തെ മറ്റേ മന്ത്ലി കഴുകണ ആള് ഞാനും വാവട്ടി മുനുസായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ കഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും വീട്ടിൽ നമ്മള് കഴുകുക എല്ലാവരും ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മള് സെൽഫായിട്ട് നമ്മള് കോയിൻ ഇട്ടിട്ട് കഴുകുക, കാർഡ് ഇട്ടിട്ട്. അപ്പൊ അവര് നമുക്ക് സെൽഫായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ വണ്ടി കഴുകണം മൊത്തത്തില്. പക്ഷെ നമുക്ക് സമയം ഉണ്ടാവും, സമയത്തിനുള്ളിൽ നമ്മള് വാട്ടർ പ്രഷർ, അത് ഇത് സോപ്പ് എല്ലാ സാധനം ഉണ്ടാവും, വഴക്കം എല്ലാം കൂടി ഒരുമിച്ചാണ്. പക്ഷെ നമ്മൾ ആ സമയത്തിനുള്ളിൽ പെടപെടാ ചെയ്യണം. അതിന് പല ടൈപ്പ് ഉണ്ട്. സ്റ്റീം വാഷ് ഉണ്ട്, പിന്നെ സോപ്പിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. നന്നായി വൃത്തിയാവും, നല്ല വൃത്തിയാവും. ഈ മറ്റേ എനിക്ക് മെയിൻ ആയിട്ട് മറ്റേ ടയറൊക്കെ വൃത്തിയാവും, എല്ലാം വൃത്തിയാവും. അപ്പൊ അത് അങ്ങനെ ഒരു കളിയിലുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ലോകത്തിലെ എല്ലാവരുടെയും ഉണ്ട് മറ്റേ പെട്രോൾ പമ്പിൽ നമ്മൾ നേരെ വണ്ടി കൊണ്ട് ഓടിച്ചു കയറ്റാ, മറ്റേ തിരിയുന്ന സാധനം അങ്ങനെ കഴുകുന്നുണ്ട്. നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് അല്ലേ? അത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും ക്ലീൻ ഇല്ല. ഒരു പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ടയർ ഒന്നും ക്ലീൻ ആയില്ല. അങ്ങോട്ട് നല്ല സൂപ്പർ ആവില്ല. ഓക്കെയാണ്, നല്ല ചെളിക്കണെങ്കിൽ നേരെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ അത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ തന്നെ കഴുകണ്ടേ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് സെൽഫായിട്ട് കഴുകണം കൊടുക്കണം. പക്ഷെ എന്നിട്ട് ഞാൻ നോക്കി, അപ്പൊ ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് മഴയുള്ളൂ. അപ്പൊ 4 ദിവസം ഓക്കെയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, കഴുകാലോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞാൻ കഴുകി. കഴിഞ്ഞ ആഴ്ചക്ക് നല്ല തിരക്കായിരുന്നു. ഓണാഘോഷങ്ങള് ഇന്നലെ കൊണ്ടാണ് ഞങ്ങളുടെ തീർന്നത്. എന്റെ ഡ്യൂട്ടി സ്ഥലത്ത് ഓണാഘോഷം, പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലെ ഓണാഘോഷം, അങ്ങനെ എല്ലാം കൂടി വയ്യാണ്ടായി. എന്തൊക്കെ ഇപ്പൊ തുമ്മല് പിടിച്ച് ഇവിടെ ഓൾറെഡി മറ്റേ പൂക്കളുടെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂമ്പൊടി ഇങ്ങനെ പറക്കുമ്പോഴേ, അല്ലാണ്ട് ഇവിടെ പൊടി അങ്ങനെ ഇല്ല, അങ്ങനെ പറക്കുമ്പോ ചിലവർക്ക്, എനിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. ഹൈ ഫീവർ വരും. അപ്പം സാധാരണ ടാബ്ലറ്റും ഒരു മൂക്കിൽ സ്പ്രേ ഒക്കെ അടിച്ച് നടക്കാറ്. പക്ഷെ ഇന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തുമ്പി തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്. നമ്മൾ ടോപ്പോലായിരുന്നപ്പം ഭയങ്കര തുമ്മലായിരുന്നു. ഞാൻ കാലത്ത് എന്നും മരുന്ന് കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോവുക. തീരെ പറ്റില്ല, കണ്ടിന്യൂസ് തുമ്മുമായിരുന്നു. ഇഷ്ടം പോലെ പൂക്കളായിരുന്നു, ഭയങ്കര പൂക്കളായിരുന്നു. ഇപ്പൊ പൂവിന്റെ സമയമാണ്. ഇപ്പൊ ഒരുവിധം എല്ലാവരുടെയും പൂക്കളായി തുടങ്ങി. അപ്പൊ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളില് തുമ്മും അല്ലേ? ഞാൻ വെച്ച് പാവട്ടി ചിരിക്കാന്ന്. പാവട്ടിയുടെ മുടിയൊക്കെ നിന്റെ കാലത്ത് വെട്ടിയല്ലേ പാവട്ടി? ഇഷ്ടായോ പാവട്ടിക്ക്? പാവട്ടിക്ക് പുറത്ത് പക്ഷെ പുറത്ത് പോയി മുടി വെട്ടണതിനേക്കാളും അപ്പ വെട്ടണതല്ലേ ഇഷ്ടം. അപ്പൊ അമ്മ അങ്ങനെ കറക്റ്റ് പാവട്ടി പറയണ പോലെ വെട്ടിക്കൊടുക്കും അല്ലേ? പൊന്നൂസിനോ? രണ്ടും ഓക്കെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ വട്ടം തരുന്ന ഇഷ്ടം. ഇപ്പൊ വലുതായി പുറത്തു പോയി ഇഷ്ടം. പക്ഷെ ഇപ്പൊ പുറത്തു പോയി വെട്ടുമ്പോ ശരിയാവണില്ലല്ലോ പൊന്നോ. പിന്നെ അത് മാത്രല്ല, പുറത്ത് നമ്മള് പൊന്നു വെട്ടണെങ്കിൽ ഒരു $30, $30 കൊടുക്കണം. പിന്നെ 32, 35, 37 അങ്ങനെ പല ടൈപ്പാണ്. അപ്പൊ 2 പേർക്ക് 3 പേരും ഒരു മാസം നമ്മൾ എല്ലാം നാട്ടിലത്തെ പോലെ വെട്ടാൻ പോണെങ്കിൽ ഒരിക്കലും നല്ലൊരു എമൗണ്ട് ആണ് ശരിക്കും. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ ഒരു 4500-5000 രൂപ നമ്മൾ 3 ആള് മുടി വെട്ടാൻ ഒരു മാസം കൊടുക്കേണ്ടി വരും. അത് ശരി പണിയാ. പക്ഷെ അതിനേക്കാൾ നല്ലത് നമുക്ക് വെട്ടാവുന്ന കാര്യമുള്ളൂ. ഞാൻ കൊറോണ സമയത്ത് വെട്ടി പഠിച്ചതാ. ആ സമയത്ത് പിന്നെ കടയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് വെട്ടാം. പക്ഷെ നമുക്ക് കറക്റ്റ് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ നമ്മൾ വെട്ടാനായിട്ട്. സമാധാനത്തിൽ വെട്ടി ബാക്കിയുള്ളതിനേക്കാളും കുറച്ച് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അപ്പൊ നമ്മളിപ്പോ കാർ വാഷിന്റെ അവിടേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഞാനും കണ്ടിട്ടില്ല ഇതുവരെ, ഒന്ന് പോയി നോക്കണം അല്ലേ? ആണോ? അല്ല, അത് കഴിയുകൊണ്ട് കുഴപ്പമില്ല. കഴിയും, പിന്നെ കഴിയും, പെട്ടെന്ന് സമയം കഴിയും. അതാണ്. നമുക്കിപ്പോ ഒരു 5 മിനിറ്റ് സോപ്പ് തരും. അപ്പൊ സോപ്പ് നമുക്ക് 5 മിനിറ്റ് സോപ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കും.
അത് കഴിയുമ്പോ ഒരു 6 അപ്പൊ എല്ലായിടത്തേക്കും ഇതാക്കി പോണി വരും അല്ലേ? അല്ലല്ല, നമ്മളാ ഒരു പൈപ്പാണ്, അതിന്റെ അറ്റത്ത് ബ്രഷ് ഉണ്ടാവും. അപ്പൊ ആ ബ്രഷ് കൊണ്ട് നമ്മള് സോപ്പാക്കി ഉരയ്ക്കാം. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോ ഹൈ പ്രഷർ വാഷ്. അത് കഴിയുമ്പോ പിന്നെ നമുക്ക് കാറ്റ് വേണമെങ്കിൽ കാറ്റ്, എല്ലാം സെപ്പറേറ്റ് ആണ്. നമുക്കിപ്പോ വെള്ളം മാത്രം അടിച്ചാൽ മതി വെച്ചാൽ വെള്ളം മാത്രം അടിച്ചാൽ മതി. സോപ്പ് ഇടണ്ട, വെള്ളം മാത്രം അടിച്ചാൽ വെച്ചാൽ വെള്ളം മാത്രം അടിക്കാം. ചെയ്താൽ മതി, ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, നിങ്ങൾ 3 പേര് ചെയ്താൽ അമ്മ വീഡിയോ എടുക്കാം. ഓക്കെ ആണോ? അപ്പൊ ഓക്കെ, അവിടെ പോയിട്ട് കാണാം. കാർ വാഷിന്റെ അവിടെ എത്തിയിട്ടോ. അവിടെ ഞങ്ങൾ നോക്കിയപ്പം ഒരുപാട് കാറുകളുണ്ട്. എല്ലാവരും തന്നെ വന്നിട്ട് കാർ വാഷ് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഓക്കെ 49 പെർ മന്ത് ഉണ്ട്, അങ്ങനെ ഉണ്ട്, അൺലിമിറ്റഡ്. എന്തേ സ്ട്രേറ്റ് പോയിട്ട് അവിടെ കൂടെ പോണം. ഇവിടെ എങ്ങനെ വേണ്ടിട്ടാലും കുഴപ്പമില്ല ഓട്ടി. അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് കേറിയിട്ടാ പുറത്തിറങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കാം, അതായിരിക്കും നല്ലത് അല്ലേ എന്നേടാ? അങ്ങനെ ഞങ്ങൾ അവസാനം വാഷ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. പാട്ട് വെച്ചേക്കുന്ന കാരണം കൊണ്ടും അപ്പുറത്തൊക്കെ വണ്ടികളുടെയൊക്കെ സൗണ്ട് കാരണം കൊണ്ടും അവിടെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞത് കുറച്ചൊരു ട്രിക്കിയാണ്. പക്ഷേ അവിടെ ഒരു വാഷ് ഗൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈസ ഇട്ട് ജസ്റ്റ് വെള്ളം അടിക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് സോപ്പ്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓരോ മിനിറ്റ് ഓരോ $, വെച്ചിട്ടാണ്. പിന്നെ 5 മിനിറ്റ്, അങ്ങനെ നമുക്കിങ്ങനെ ഓരോ ഓപ്ഷനുകളുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ജസ്റ്റ് വെള്ളം അടിച്ച് എല്ലാം അവിടെ ഒന്ന് ഇത് ചെയ്യണം. അതിന് 1 മിനിറ്റ് സമയമാണ് കിട്ടിയത്. അപ്പം അതിന് $1. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ പോയി സെലക്ട് ചെയ്യാൻ പോണത് സോപ്പായിരുന്നു. അങ്ങനെ ഒരു ബ്രഷും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടിന്യൂസ് അതിനകത്ത് നിന്ന് സോപ്പ് സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമുക്ക് വണ്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചിലരൊക്കെ ഞങ്ങളവിടെ വെച്ച് കണ്ടായിരുന്നു. അവരൊക്കെ കുഞ്ഞ് ചെറിയ ബ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ സോപ്പ് ഇങ്ങനെ എല്ലാവിടെയും ആയി കഴിയുമ്പം അവർ നന്നായിട്ട് പിന്നെ ചെറിയ ബ്രഷ് വെച്ചിട്ട് ടയറൊക്കെ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വട്ടം ഞങ്ങളും അങ്ങനെ വിചാരിക്കുന്നുണ്ട്, കുഞ്ഞൊരു ബ്രഷ് കൊണ്ടുപോകണം. കാരണം ടയറിൻ്റെ ഉള്ളിലൊക്കെ കഴുകണമെങ്കിൽ ചെറിയൊരു ബ്രഷ് ആവശ്യമാണ്. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സോപ്പ്, നല്ല മണമുള്ള സോപ്പായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. വണ്ടി കഴുകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാവട്ടിയും പൊന്നസും പറഞ്ഞായിരുന്നു അവർക്ക് 2 പേർക്കും വാഷ് ചെയ്യണം എന്നുള്ളത്. അപ്പം എൻ്റെ ഏട്ടൻ സോപ്പൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വാവട്ടിയാണ് അടുത്തത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് സോപ്പൊക്കെ കളയണത്. അപ്പോൾ അതിനിടയ്ക്ക് പൊന്നൂസും പോയിട്ട് പറയണ്ട എനിക്കും വേണം, എനിക്കും വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പേരും കൂടി അവിടെ കിടന്നൊരു വഴക്കായിരുന്നു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പൊന്നൂസിനും അതിൻ്റെ ചാൻസ് കിട്ടി. അപ്പോൾ അവനാണ് അടുത്ത് ക്ലീൻ ചെയ്യണത് കേട്ടോ. അങ്ങനെ 2 പേരും ഭയങ്കര ഹാപ്പി. അവർക്കും 2 പേർക്കും കാർ വാഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ടച്ച് തന്നെ എൻ്റെ ഏട്ടൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എനിക്ക് മെയിൻ എൻ്റെ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ ഭാഗത്തായിരുന്നു. പക്ഷെ അവിടെ ആയാലും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ വണ്ടി നല്ല സുന്ദരി മണിയായി. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വണ്ടി നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ആവട്ടി പിന്നെയും ട്രൈ ചെയ്ത് നോക്കണം വെള്ളം വരുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ കാർ വാഷ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര ചെയ്യണ്ടേട്ടാ മൊത്തത്തില് ആദ്യം $5 അല്ലേ? അതിലപ്പോ സോപ്പും ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചു അല്ലേ? നമുക്കത് എങ്ങനെയാ $7 ഇട്ടാലും എത്ര ഇട്ടാലും നമുക്ക് പോസ് അടിച്ചിട്ട് മാറ്റാം. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ $5 5 മിനിറ്റ്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷെ ഇത് കഴിഞ്ഞാൽ പൈസ കൂടൂട്ടാ. അല്ല, പൈസ കൂടുമ്പോ സമയം കൂടൂട്ടാ. നമ്മള് ചെറിയ പൈസ. പക്ഷെ ഞാൻ അവിടെ ഒരു സംഭവം കണ്ടു. $49 1 മന്ത് ഒരു വണ്ടിക്ക് അൺലിമിറ്റഡാ. ഒരു വണ്ടി മാത്രം പെർ കാർന്നോ അങ്ങനെ എന്തോ എഴുതിണ്ടല്ലോ. അങ്ങനെ പക്ഷെ അൺലിമിറ്റഡ് അത് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നുന്നു. പക്ഷെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഐഡിയയുടെ കുറവുണ്ട്. നമുക്ക് ആ ബ്രഷ് മറ്റേ സോപ്പ് വെച്ച സാധനം കറക്റ്റ് മറ്റേ ടയറിലൊക്കെ നന്നായിട്ട് ഇപ്പൊ കണ്ടില്ലേ ചെറിയ ബ്രഷ് വീട്ടില് വണ്ടിന്ന് വെച്ചാ. അപ്പൊ അവൻ സോപ്പ് മൊത്തം അടിച്ചിട്ട് ബ്രഷ് കൊണ്ട് ഇതിന്റെ ഇടയിലിട്ട് വരയ്ക്കുക. അതായാലും മതി. പക്ഷെ നല്ല ക്ലീൻ ആവുന്നുണ്ട് വണ്ടി, നല്ല ക്ലീൻ ആയി. പിന്നെ നല്ല ഇങ്ങനെ മറ്റേ എന്താ പറയാ, നല്ല പമ്പ് ഭയങ്കര പവർ അല്ലേ? അങ്ങനത്തെ ഒരു സംഭവം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ അല്ലേ? വീട്ടിൽ വയ്ക്കുമ്പോ നമുക്ക് വെള്ളം പിന്നെ ഫ്രീ ആണെന്ന് വെക്കാം, പിന്നെ കറണ്ട് അതൊരു സംഭവമാണ്. പക്ഷെ അടിപൊളി കാറ് ചുന്തിരിമണി. ഓൾറെഡി വാക്വം പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ദിവസം. അതുകൊണ്ട് അധികം പൊടിയില്ല ഉള്ളില്.
പക്ഷെ പുറത്ത് നല്ല കാറ്റായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര സ്വരത്തിൽ പാട്ട് വെച്ചാണ്ട് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാവരും അത് ചെയ്യണതിനോട് നമുക്ക് അങ്ങനെ അടുത്ത് പോയി നിൽക്കാനും പറ്റില്ല. ഭയങ്കരമായിട്ട് നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ ആ ഒരു തുള്ളി ഇങ്ങനെ വീടുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേരോട് ഞാൻ അങ്ങനെ മാറിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പം കാർ വാഷ് പൊളി. അങ്ങനെ വണ്ടി ഒക്കെ കഴുകി ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ കടകളിലേക്കൊക്കെ പോയി, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അവിടെ നല്ല അടിപൊളിയായിട്ട് സുഷിയും ഐസ്ക്രീം തന്നില്ലേ ഓട്ടെ, ഇഷ്ടായ അങ്ങനെ. അപ്പം എല്ലാവരും ന്യൂസിലാൻഡിലുള്ള എല്ലാവരും വണ്ടിയൊക്കെ കഴുകുക അല്ലേ. ഇവിടെ പിന്നെ പൊടി കുറവാണ്, അത് കാരണം കൊണ്ട് എപ്പോഴും കഴുകേണ്ട ആവശ്യമില്ല. അല്ല മഴയൊക്കെ എപ്പോഴും മഴ പെയ്യും ഇടയ്ക്ക്. കുറച്ചുകൂടി ഈസിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്പീഡിൽ കഴുകണം. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.